നമ്മളെ തോട്ടത്തിലെ ഇഷ്ടം പോലെ പഴുത്ത ചക്ക ഉണ്ട്. ഇപ്പൊ പച്ചച്ചക്ക കേട്ടോ ഡിമാൻഡ്. അപ്പൊ നമുക്ക് ചക്കപ്പുഴുക്കും ഞങ്ങൾ ചക്ക കൂട്ടാനും തരാ. കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ നല്ല പച്ച ചക്ക കിട്ടുമോ നോക്കവാ. അപ്പൊ ഇന്ന് നമ്മൾ ചക്ക കിട്ടുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അതും കൂടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തരും. പച്ചച്ചക്ക ഇനി കഴിഞ്ഞു അധികം ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമ്മൾ സീസൺ ചക്കയുടെ സീസൺ കഴിഞ്ഞാലും ഇനി നമുക്ക് പച്ചച്ചക്ക ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തു വെക്കുന്ന രീതിയുണ്ട്. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. പക്ഷെ അതിനൊക്കെ നമുക്ക് ചക്ക നല്ലത് കിട്ടണം കേട്ടോ. അപ്പം ഈ ഒരു പ്ലാവിലാട്ടോ, അതാ പ്ലാവിന്റെ അടിയിൽ നല്ല ചളിയാട്ടോ, നോക്കി വാ. ഈ ഒരു പ്ലാവിൽ നിന്നാണ് നമ്മൾ കൂട്ടാനൊക്കെ വെക്കാൻ, പുഴുക്കൊക്കെ വെക്കാൻ വേണ്ടി എപ്പോഴും ചക്ക ഇടുന്നത്. അന്നൊക്കെ ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിരുന്നു. മുന്നത്തെ വീഡിയോ നമുക്ക് കാണിച്ചപ്പോൾ താഴെ മുതലേ ചക്കല്ലേനോ നമ്മൾ നല്ല പച്ചച്ചക്ക ഇട്ടതൊക്കെ. ഇനി ഇതാ ആകെ 2 ചക്കയും കൂടെ ഉണ്ട്. 3 ഉണ്ടായിരുന്നു. ഒന്നപ്പുറത്തെ കുഞ്ഞുങ്ങളെ കാണുന്നുണ്ടോ? കിളി അത് പഴുത്തു പോയി, ചീഞ്ഞതല്ല പഴുത്തു പോയി. അപ്പൊ ഈ ഒരു ചക്കി അപ്പുറ സൈഡിൽ ചക്ക, 2 ചക്ക അത് ഇട്ട് നോക്കട്ടോ. പച്ച ആയാൽ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കൂട്ടാനും വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മൾ എടുത്തു വെക്കുന്ന രീതിയുണ്ട്, സീസൺ കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ. അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ മുകളിൽ കയറാൻ പറ്റില്ല, നല്ല വഴുക്കലുണ്ട്. അപ്പൊ പകുതി നിന്നിട്ട് നമുക്ക് ഇതാ വലിയ തോട്ടിയുണ്ട്. തോട്ടി വെച്ചിട്ട് ഭാഗ്യം ഉണ്ടെങ്കിൽ പഴുക്കൂല. എപ്പോഴും നമ്മൾ പഴുക്കണം എന്നല്ല അറിയാം. അത് പഴുക്കരുത് എന്നാട്ടോ പറയുന്നത്. ഇടാൻ പോണേ. ഇതാ പൊട്ടിയിട്ടില്ല, നല്ല ചെളിയാട്ടോ പ്ലാവിന്റെ അടിയിൽ. എന്തായി അടുത്തതില്ലേ, അടുത്തത് ഇതാ ഇടട്ടെ. കറക്റ്റ് മേത്തോട്ട് വരില്ലേക്കും അല്ലേ. ഇതാ ഓ കറക്റ്റാ, ഒന്നും പൊട്ടിയിട്ടില്ല. ആദ്യം കുഞ്ഞോളെ വേഗം പഴുത്തതാണ് നോക്ക്, പച്ച നമുക്ക് കിട്ടണ്ടേ. ഞാൻ പതുക്കെ ഇറങ്ങി വരാം. പെട്ടെന്ന് സ്പീഡിലോട്ട് ഇറങ്ങാൻ പോയി. ഇപ്പൊ മഴ ചെയ്തപ്പോ നല്ല നനവാ മരത്തിലൊക്കെ. നെല്ലുണ്ടോ നോക്കണം. എന്താ വെച്ചാൽ ഈ ചക്കയാണ് നമുക്ക് വേറെ ചക്കയിലൊക്കെ പച്ച കിട്ടും. പക്ഷെ പുഴുക്കുണ്ടാക്കാനും നമ്മളെ ചക്കക്കൂട്ടാൻ വെക്കാൻ ഏറ്റവും നല്ലത് ഈ ചക്ക തന്നെ. അതെ അല്ല, അത് മൊത്തത്തിൽ ഇവിടെ പഴുത്തതൊക്കെ ചീശയൊക്കെ വീണോണ്ട് ഇല്ല, പഴുത്തിട്ടില്ല. നോക്കാം, നല്ല മൂപ്പായിക്കണോണ്ട്. എപ്പോഴും എല്ലാരും പറയാ പഴുത്ത ചക്ക കിട്ടിയില്ല, എല്ലാവർക്കും സങ്കടം. ഇത് പച്ച കിട്ടാനാണ് ഇപ്പൊ നമുക്ക്. ഇതോ ഇത് ചെലപ്പം ഇല്ല. എന്താ 2 ചക്കി. അപ്പൊ നമുക്കിനി വീട്ടിൽ പോയിട്ട് ഇത് മുറിക്കല്ലേ. ചക്ക ഒന്ന് കഴുകും വേണല്ലേ. പൊട്ടിയില്ലട്ടോ, നല്ല കാപ്പീന്റെ കരിയിലയില വന്നിട്ടാ വീണിട്ടുള്ളത്. ചടി നല്ല ചെളിയാണ്. ട്രോളിയൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചതാട്ടോ. ചക്ക ഇനി അങ്ങോട്ടാ വീഴാന്ന് അറിയാനില്ലല്ലോ. കൊറേ ദിവസമായി ഇമ്മ ഇടാൻ പറഞ്ഞിട്ട്. ഇതേറ്റ പഴുത്തിട്ടുണ്ട് ഇമ്മ ചീത്തയും പറയും. എന്നുവെച്ചാല് നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ, നമ്മൾ ഐഡിയ ചെയ്ത് വെക്കാൻ കേട്ടോ. അങ്ങോട്ട് പോവല്ലേ. നോക്കി വാ, നല്ല ചെളിയുണ്ട്. ഇതൊന്നല്ല, ഇവിടെ അടിപൊളി ഒരു കുടംപുളി വന്നിട്ടുണ്ട്. രാവിലെ ഒക്കെ പെറുക്കിയതാ. കണ്ടില്ലേ, സൂപ്പർ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഴും. ചെറുതുണ്ട്, പക്ഷെ രാവിലെ റൗണ്ട് പെറുക്കിയതാ. അവിടെ ചെറുതുണ്ട് അല്ലേ. എന്തായാലും ഉച്ചക്ക് ഒന്നും കൂടെ വരണം. പഴുത്ത് കഴിഞ്ഞാല് നമ്മൾ വാളംപുളിയൊക്കെ പെറുക്കുന്ന ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കുടംപുളി പെറുക്കും. അപ്പൊ 2 ചക്കി നമ്മൾ കഴുകി എടുത്ത്. നല്ല ചെളി ഉണ്ടായിരുന്നു, നേരെ ചളിക്കല്ലേ വീണത്. അപ്പൊ ഇന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടമ്മ ഞാൻ പറഞ്ഞു ചക്ക ഇട്ട് വേണ്ടത്രന്നാ, ബാക്കിയൊക്കെ ഉമ്മേട്ടാ ചെയ്യാ. നമ്മ ആദ്യം നമ്മള് ചക്ക മുറിക്കലല്ല കേട്ടോ ചെയ്യുന്നത്, ഞങ്ങൾ ചെത്തുകയാണ്. ഒന്നവാമ്മ ചെത്ത്. പഴുത്ത ചക്ക ഇട്ടിക്കഴിഞ്ഞാൽ മുറിക്കും. പച്ചച്ചക്ക നമ്മള് ഇതിൻ്റെതാ ഇവിടെ ഈ ഭാഗം പുറം ഭാഗം നമ്മൾ ചെത്തുക ചെയ്യുക. അപ്പൊ നമ്മളൊരു കുറ്റി അടിക്കണം ശരിക്ക് ചെത്തുമ്പോ. അപ്പൊ ഇതിന് നല്ല നമുക്ക് നെറ്റ് കിട്ടിയത് കൊണ്ട് ഉമ്മ പറഞ്ഞാൽ അത് പിടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെത്തിയെടുക്കാം. ഇതൊക്കെ നമുക്ക് പശുക്കൾക്ക് കൊടുക്കാം കേട്ടോ. എന്തായാലും പഴുത്തിയില്ല, അങ്ങനെ ഭാഗ്യം കിട്ടി. 2 ദിവസം കൂടെ വൈകി കഴിഞ്ഞാൽ അതിമത്തെ ഫുള്ള് ഈ 2 ചക്കയും കൂടെ പഴുത്ത ചക്ക മൊത്തം കഴിഞ്ഞു. വിളഞ്ഞി നോക്കുമ്പോ പുറത്തൊക്കെ നല്ല വിളഞ്ഞി പൊടിയുണ്ട്. വിളഞ്ഞി കളയാനുള്ള ഐഡിയ ഒക്കെയാണ്. നമ്മളിതാ ഒരു പാത്രത്തിൽ വെള്ളം കൊടുത്തിട്ട് നമ്മ ഇപ്പൊ വെട്ടി കൈ ഇട്ടിട്ട് ഇപ്പൊ വിളഞ്ഞി കളയാൻ പോയി ചിലപ്പോ കൈ വെട്ടി പോകും.
നമ്മൾ ഈ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മളെ ഒന്നിങ്ങനെ നമ്മള് സാധാ വിളഞ്ഞ് നമ്മള് തുടച്ച് കളയുന്ന പോലെ നമ്മളെ വിരലിട്ട് നമുക്ക് കൈയിട്ട് തന്നെ ഇങ്ങനെ ആക്കി എടുത്തിട്ട് വെട്ടല്ല കേട്ടോ ഇതെങ്ങനെ കിട്ടും അത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് മൊത്തം ചെത്തട്ടെ. അപ്പൊ ചക്കയൊക്കെ നമ്മൾ ചെത്തിക്കഴിഞ്ഞ് അധികം താത്തി ചെത്താറ്റില്ല കേട്ടോ, ചുളക്കി കൊടുക്കുന്നുണ്ട്, വിളഞ്ഞ് കളയുന്നുണ്ടല്ലേ. നമ്മള് വെള്ളത്തിലിടക്ക് ഇങ്ങനെ മുക്കുക. നല്ലൊരു ഐഡിയ ആണ്. പിന്നെ കറക്റ്റ് വിളഞ്ഞ് ഇതുപോലെ ഇങ്ങോട്ട് കിട്ടും. ഇവിടെ കുറച്ച് കൂടിപ്പോയിക്കണല്ലേ ചെത്തിയപ്പോ ചുളക്ക് കുടുങ്ങിയിട്ടുണ്ട്. വിളഞ്ഞ് കണ്ടില്ലേ, കറക്റ്റ് കിട്ടും. ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണല്ലോ ഇനി. പശുവിന് നിന്നാൽ എളുപ്പമായിട്ടോ, നമുക്ക് ഇങ്ങനെ ചെത്തിയിട്ടോണ്ട് കിട്ടിയോ. നമുക്കിനി ചക്ക മുറിക്കുക. പച്ചച്ചക്ക ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറിക്കരുത്, നല്ല വെട്ട് വെട്ടണം. കറക്റ്റായല്ലോ. അപ്പൊ ഇതാ ചക്ക ചോള പറിച്ചിടുക കേട്ടോ. നമ്മളിങ്ങനെ ചെത്തിയത് ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് ചോള പറിച്ചിടാനാണ്. നമ്മൾ പഴുത്ത ചക്കയൊന്നും കിട്ടുന്ന പോലെ പച്ചച്ചക്ക നമുക്ക് നേരെ മുറിച്ചാൽ ചോള പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല സിമ്പിളായിട്ട്. അപ്പൊ ആദ്യം ഒന്ന് തിന്നു നോക്കട്ടെ. ഉമ്മ അങ്ങനെ ചോള പറിച്ചിടുന്നുണ്ട്. നല്ല മൂത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ മധുരമൊക്കെ വരും. നോക്കട്ടെ കേട്ടോ. ഉമ്മ ചോള പറിച്ചിടുക കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ചോള പറിക്കാൻ പറ്റിയ എന്താ അറിയോ, നമ്മൾ ചക്ക ചെത്തിയത് കൊണ്ടാണ്. പച്ചച്ചക്കയൊക്കെ നമ്മൾ നേരെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മൾ പഴുത്തത് കിട്ടുന്ന പോലെ പെട്ടെന്ന് നമുക്ക് ചോള പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇത് ഞാൻ കണ്ട ഇത് എവിടെ ഈ ഐഡിയ കിട്ടിയെന്നറിയോ, നമ്മൾ ഇന്നലെയൊക്കെ പ്ലാവിൽ വെട്ടാൻ പോയപ്പോൾ പീക്കിരിയും അപ്പോട്ടനൊക്കെ നായക്കന്മാർ ഓരൊക്കെ അങ്ങനെ ചെയ്യുക. നായക്കരും പണിയരൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഈ ഒരു ഐഡിയ ചെയ്യുക. അവർ ശരിക്കും കുറ്റി അടിച്ച് താത്തിയിട്ട്, നമ്മൾ കുറ്റി വേണ്ട നമുക്കിതാ ഇതുപോലെ നല്ല നെട്ട് കൂട്ടിയെടുത്തോണ്ട് നമ്മൾ തോട്ടിയിട്ട് വെച്ചപ്പോൾ നല്ല നെട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറ്റി അടിച്ചിട്ട് ചക്ക ചെത്തിയിട്ട് പീക്കിരിക്ക് എന്ത് സ്പീഡിലറിയാം നമുക്ക്. അങ്ങനെ കയ്യിലും എന്നാലും നമുക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ നമ്മൾ വേഗം ചെയ്തിട്ടോ. അങ്ങനെ ചക്ക ചോള പറിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഐഡിയ ഓർക്കാണ് സ്പീഡിൽ കഴിയുക. നോക്ക്, ഒന്നെടുത്തിട്ടേ തിന്ന് നോക്കട്ടെ. ശരിക്കും ഇന്ന് പീക്കിരിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം 2 ചക്കയും ക്ലീൻ ചെയ്ത് തന്നീന് കേട്ടോ. ചിലത് പുളിപ്പൊക്കെ വരും, അങ്ങനെ പഴുക്കാനായില്ല. അപ്പൊ അതുണ്ടോ നോക്കാം. ഒരു നല്ല പച്ച ചക്ക തന്നെയാണ്. ഇത് നല്ല ചോളയല്ലേ. 2 ദിവസം കഴിഞ്ഞാൽ കിട്ടൂല കേട്ടോ. നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ ഇത് കൂട്ടാൻ വെച്ചാൽ അല്ല പുഴുക്കൊക്കെ ഉണ്ടാക്കി കൂട്ടാൻ ഞങ്ങൾ പറയുന്നത് കേട്ടോ. പുഴുക്കുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ്, നല്ല പൊടിയുണ്ട് ഇത് ചക്കക്ക്, നല്ല ഉടഞ്ഞും കിട്ടും. അപ്പൊ ചോള പറിച്ചിട്ട് നോക്ക്, നമ്മളെ കഷ്ണം നോക്ക്, ചക്കയുടെ നല്ല ഭംഗിയില്ലേ കാണാൻ. ഇങ്ങനെ ആയി കിട്ടും. എല്ലാ ചുള എടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഇതാ ചോള എടുത്ത് മുറത്തിൽ എത്രയും ചോളായി. അപ്പോൾ പച്ചച്ചക്ക കിട്ടുന്നാൽ ഈ ഒരു ഐഡിയ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഒന്നില്ലെങ്കിൽ നമ്മൾ നെട്ട് കൂട്ടിയിട്ട് ചക്ക ഇടുക. അപ്പൊ അതിന് പിടിച്ചിട്ട് നമുക്ക് ചെത്തുമ്പോൾ ഇതുപോലെ പലക എന്തെങ്കിലും അടിയിൽ വെക്കണം കേട്ടോ. നമ്മൾ ഇരിക്കുന്ന പലകയിലാണ് ഞാൻ എടുക്കുമ്പോൾ കയറ്റി വെച്ച് വിളഞ്ഞു കളയണേ. ഉമ്മ ഇല്ല, ഉമ്മാനെ കാണില്ല. ഉമ്മ അറിയണ ഞാൻ പണി എടുക്കണൊക്കെ കാണിച്ചോ, എന്റെ മുഖം എന്നെ കാണിക്കരുത് പറഞ്ഞിട്ടുണ്ട്. കൈ മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. ഉമ്മ പെർമിഷൻ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ അടുത്തത് ഇതുപോലെ ചെത്തുന്നുണ്ട്. ഇല്ല, ഉമ്മാനെ കാണിക്കില്ല, ഉമ്മാനെ കയ്യേ കാണുള്ളൂ ഉമ്മ. അപ്പം അടുത്ത പരിപാടി നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് കുരുവൊക്കെ കളയാണ്ട് ഓരോരോ ഘട്ടമായിട്ട് കാണിച്ചു തരാം. അപ്പൊ ആദ്യം നമുക്ക് വേഗം ഈ മുറിച്ച് വെച്ചിന്നൊക്കെ ചോള പറിച്ചു വേടാം. ഇതുണ്ടല്ലേ, സിമ്പിൾ ചോളക്ക് നല്ല അടിപൊളി ചോള. അപ്പൊ ചക്കയൊക്കെ നമ്മൾ ചുള പറിച്ചിട്ട് കഴിഞ്ഞ് ഇത് നമ്മൾ പുഴുക്കുണ്ടാക്കുന്നില്ല, കൂട്ടാൻ വെക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് ചക്ക ഇല്ലാത്ത സമയത്ത്, ചക്കയുടെ സീസൺ കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ കാണിച്ചു തരാമെന്നറിയില്ലേ, അതിന് വേണ്ടിയുള്ളതാ കേട്ടോ. അപ്പൊ ഞാനിതാ ചക്കയുടെ ചവിണിയൊക്കെ അങ്ങനെ കളഞ്ഞിട്ടുണ്ട്. അവിടെ തിമ ചവണി കഴിഞ്ഞിങ്ങനെ വൃത്തിയാക്കിയിട്ട് ഈ ചെമ്പിലിട്ടുണ്ട്. അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നോളെ. ഇത് ഉമ്മ നമ്മൾ കൂട്ടാനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞിരുന്ന പോലെ ഇങ്ങനെ അരിഞ്ഞിടുക. കുരു നമ്മൾ വേറെ എടുത്ത് വെക്കുന്നുണ്ട്. കുരു ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ കേട്ടോ. ചക്കക്കുരുവിന് പിന്നെ ഡിമാൻഡ് ആയിരിക്കും, നമ്മൾ സീസൺ കഴിഞ്ഞാൽ അതുമ്മ വേറെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് കുരു കളഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചക്ക ചെത്തി ഇടാതെ അരിഞ്ഞിടാതെ തന്നെ വെക്കാം. നമുക്ക്
നമ്മൾ ഇത് വെക്കുന്ന രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എളുപ്പത്തിൽ കുറച്ച് കൂടുതൽ എടുക്കാനും പിന്നെ നമ്മൾ എടുത്ത് വെക്കുന്ന സ്ഥലത്തേക്ക് കൂടുതൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാനല്ലേ തള്ളി വെക്കാനും വേണ്ടിയിട്ട് നമ്മളിത് ചെത്തിയിടുന്നത്. അപ്പൊ എവിടെ വെക്കുന്നത് ലാസ്റ്റ് ഒക്കെ പറയാം. ആദ്യം ഇതൊക്കെ ഒന്ന് അരിഞ്ഞിടട്ടെ. ഒരു ചക്ക അത്യാവശ്യം ഉണ്ടല്ലേ. അപ്പൊ ഈ ചക്ക ഉണ്ടല്ലോ അത് നമ്മൾ മുറിച്ചിട്ടില്ല, ചെത്തിയിട്ടൊന്നുമില്ല. ഇതിന് കുറച്ചെടുത്ത് പുഴുക്കുണ്ടാക്കിയിട്ട് ബാക്കി എന്ത് ചെയ്യാ ഇതുപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് സ്ഥലം ഉണ്ടോ നോക്കണം നമുക്ക് ആദ്യം. അപ്പൊ ഇപ്പോഴും ഞാൻ എവിടെയാണ് സ്ഥലം എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് നമുക്കിത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ആദ്യതാ ഇതുപോലെ കേട്ടോ ഇങ്ങനെ ആക്കി വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ എളുപ്പമാട്ടോ. ഇനി നമുക്ക് ചക്ക ഒന്ന് ഇങ്ങനെ ജസ്റ്റ് കഴുകിയാൽ മാത്രം മതി എടുക്കുന്ന സമയത്ത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഇതുപോലെ പാത്രത്തിലൊക്കെ ചക്ക എടുത്തിടുമ്പോഴേ ചൊളി പറിച്ചൊക്കെ ഇടുമ്പോഴേ ഇതിലൊന്നും വെള്ളത്തിന്റെ അംശം പാടില്ല. നല്ല തുടച്ച പാത്രത്തിലേക്ക് വേണം നമ്മൾ ചക്ക ഇടാനൊക്കെ ആയിട്ട്. വെള്ളത്തിന്റെ ഇതൊക്കെ തട്ടിപ്പോയില്ലേ നമ്മളെ ചക്ക കേടുവരും. നമുക്ക് എടുത്തു വെക്കുമ്പോഴൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ചക്ക കേടുവന്നു ഉണ്ടാവുക. അപ്പൊ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആ പൂപ്പലൊക്കെ വരും. നനവ് കെട്ടിക്കഴിഞ്ഞാൽ വേഗം നമ്മൾ എന്തെടുത്ത് വെച്ചാലൊക്കെ നനവ് കെട്ടിക്കഴിഞ്ഞാൽ വേഗം പൂപ്പൽ വരില്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ വേഗേ ഇതുപോലെ ചവണി പറിച്ച് ക്ലീൻ ചെയ്ത് കൊടുത്താൽ ഉമ്മ വേഗം ചെത്തിയിടുന്നുണ്ട്. അപ്പൊ അതൊന്ന് തീർക്കട്ടെ. ബാക്കി നമ്മളൊക്കെ ചെത്തിയിട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടം പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ അരിഞ്ഞിട്ട ചക്ക ഇനി ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ളൊരു കവറിലാക്കല കേട്ടോ. നമുക്ക് ഇനി അവിടെ ഇനിയും ചക്ക ചുളയൊക്കെ അരിഞ്ഞിടാനുണ്ട്. പായൽ നമുക്ക് വേഗത ഇതുപോലെ കവറിലിടുക. നമ്മൾ എടുത്ത കവറിലേക്ക് ഇത് കറക്റ്റാണ്. അധികം നമ്മൾ ടൈറ്റ് ആക്കി ഇടരുത്, കുറച്ച് ലൂസ് വേണം. അപ്പൊ ഇതാ ഇത്രയുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ സീലിംഗ് മെഷീനിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ആ ഒട്ടിച്ചിട്ട് നമ്മളൊന്ന് നിർത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടൈറ്റ് കുറയും. വേഗം പോയിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമ്മളിതാ ഒട്ടിച്ച് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട്. അറിയില്ല അപ്പൊ കുറച്ച് ലൂസ് ആയിട്ടുണ്ട്, അധികം ടൈറ്റ് വേണ്ട. അപ്പൊ ഇത് നമ്മൾ ഇനി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് ഫ്രീസറിന്റെ ഉള്ളിലാട്ടോ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു നമുക്ക് വെക്കാൻ സ്ഥലമല്ല അവിടെ, അത് അതിന്റെ സൗകര്യം നോക്കിയിട്ട് വേണം നമുക്ക് ബാക്കി ചക്കയും കൂടെ ഇതുപോലെ അരിഞ്ഞിടാനെന്ന്. അപ്പൊ നമ്മുടെ ഫ്രീസറിന്റെ ഉള്ളിൽ ഇത് വെക്കാം. അപ്പൊ ഇത് കണ്ടില്ലേ കുറച്ച് ദിവസം മുന്നേ കാണിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് ദിവസം മുന്നേ ഉമ്മ ഇനി അഥവാ മഴയൊക്കെ പെയ്തിട്ട് ചക്ക കിട്ടാതെ എല്ലാം പഴുത്ത് പോകണ്ടെന്ന് വെച്ചിട്ട് അന്ന് കുറച്ച് പച്ചച്ചക്കതാ ഉമ്മ ശരിക്ക് ഒട്ടിച്ചിട്ടൊന്നുമില്ല, റബ്ബർ ബാൻഡൊക്കെ ഇട്ടിച്ച് കെട്ടി വെച്ചതാണ്. ചക്കയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇറച്ചി ഇതൊക്കെ വരുന്നതിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ കറക്റ്റ്. അത് നമ്മൾ ചെത്തിയിട്ട് കഴിഞ്ഞാൽ ഗുണം അല്ല, ചെത്തിയിട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഗുണം നമുക്ക് പെട്ടെന്ന് എടുത്ത് ഇനി പുഴുക്കൊക്കെ ഉണ്ടാക്കുകയും ചെയ്യാം. ഇത് കണ്ടില്ല ഒന്നിനും കുഴപ്പം പറ്റിയില്ല. ഇതൊക്കെ ഒരു മാസത്തിന്റെ അടുത്തായി, 2-3 ആഴ്ചയായി. ഇതിലിതാ ഞാവല് നമ്മൾ ഇന്നലെ വൈൻ എടുക്കുന്നതിന്റെ വീഡിയോ എടുത്തു. അപ്പൊ ഞാവൽ എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് ബോക്സിൽ ഇട്ട് വെച്ചതാ. ഞാവല് നോക്ക് അല്ല, മുകളിൽ ഫുൾ ഐസാ. ഐസിലാണല്ലോ. ഇതാ ഫ്രീസ് ചെയ്തിട്ട് നമ്മളെ ഞാവലിട്ടോ ഇടയ്ക്ക് ബിയമോളൊക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് എടുത്ത് കഴിക്കും. അന്ന് ഐസ് പോയി കഴിഞ്ഞാൽ റെഡിയാവും. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നൊരു ഐഡിയ എനിക്ക് കിട്ടുന്നത്ര നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പൊ ഇനി നമുക്ക് നമ്മളെ ചക്ക എടുത്ത് വെക്കല്ലേ. അപ്പൊ നമുക്കിതാ ഇനി ഒരു സെറ്റും കൂടെ വെക്കല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ മഴക്കാലം വേണ്ടി നമുക്ക് ഐസൊന്നും അങ്ങനെ വേണ്ടി വരില്ല. അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ടാ ഇങ്ങനെ വെച്ച് ഒതുക്കി വെച്ച് നമ്മൾ രാവിലെ എടുക്ക്. ഇത് പോരാ, നമുക്ക് എന്തായാലും ഒരു കവറും കൂടെ നമ്മള് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. വെച്ചാ രാവിലെ വിലങ്ങനെ വെക്കാൻ സ്പേസ് ഉണ്ടാവില്ല, നോക്കാം. ഇനി നമുക്ക് ഒരു കവറും കൂടെ ഇവിടെ മുകളിൽ വെക്കാം. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ. ഇത് അടയ്ക്കട്ടെ, അടച്ച് ഇങ്ങനെയാണ് നമ്മൾ ചക്ക സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത്. ഇത് നമുക്ക് ഒരു വർഷം വരെ ഒരു കുഴപ്പമില്ല. അടുത്ത സീസണിൽ നമുക്ക് ചക്ക ആവുന്നവരൊക്കെ എടുത്തു വെക്കാം. പക്ഷെ അത്രയൊന്നും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല. നമ്മൾ സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ചക്കനോട് കൊതി വന്നാൽ പുഴുക്കുണ്ടാക്കാനൊക്കെ ഒരു മൂഡ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെടുത്ത് ഉപയോഗിക്കാം. പറ്റുന്ന എല്ലാവരും പച്ചച്ചക്ക കഴിയാനേ, ഞങ്ങൾ വയനാട്ടിലൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. നമ്മൾ എല്ലാം പഴുത്ത് തുടങ്ങിയ ചക്കയും മാങ്ങയൊക്കെ വേഗം തീരും. അപ്പൊ പച്ചച്ചക്ക കിട്ടുകയാണെങ്കിൽ ഇതുപോലെ അരിഞ്ഞിടാനും വെക്കാം, അല്ലാതെ ചുള പറിച്ചിട്ട് കുരു കളഞ്ഞും വെക്കാം. വേഗം ഇതുപോലെ ഫ്രീസറിൽ ഇതുപോലെ സെറ്റാക്കി വെച്ചോളി. നല്ല ഒട്ടിക്കണം കേട്ടോ, ലെയർ ഒന്നും കിടക്കാൻ നല്ല ഒട്ടിച്ച് സെറ്റാക്കി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സീസൺ വരെ നമ്മളെ കയ്യിൽ പച്ചച്ചക്ക സ്റ്റോക്ക് ഉണ്ടാവും.